السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. ഏറ്റവും പ്രിയപ്പെട്ട അൽ ഖലം അക്കാദമിയിലെ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കുന്ന പഠിതാക്കളെ, ഓരോ ദിവസവും അനുസരിച്ചു അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും അള്ളാഹു നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്ന ആ അമൂല്യമായ നിധി, മഹിളാ രത്നം, അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്താ എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് കരുതുന്നു. ആർക്കും പ്രയാസങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സന്തോഷവും റാഹത്തും സലാമത്തും സമാധാനവും ഐക്യവും അള്ളാഹു നമുക്ക് എല്ലാ വിഷയത്തിലും മേഖലയിലും നൽകുമാറാവട്ടെ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മടിക്കരുത്. എല്ലാവരും വളരെ ആക്റ്റീവായി തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അങ്ങനല്ലേ? എല്ലാവരും സജീവനല്ലേ? ആർക്കും പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ? ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ ഉപ്പാനെ പറ്റിയും ഉപ്പാപ്പാനെ പറ്റിയും, ഉപ്പാന്റെ സ്വഭാവം, അവിടുത്തെ മഹിമയും ഉപ്പാപ്പാന്റെ സ്വഭാവ മഹിമയും നമ്മൾ പറഞ്ഞു. ഇനി മഹദിയുടെ ജനനം നമുക്ക് പറയാനുണ്ട്. പ്രസവമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യ ജീവിതത്തിന്റെ. ഭൂമിയിലേക്ക് കടന്നു വരിക, നമ്മളൊക്കെ കടന്നു വന്ന അവസ്ഥ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേദന സഹിക്കുന്നത് ജനന സമയത്ത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവ വേദന അനുഭവിക്കുന്നുണ്ട്, ഏറ്റവും വലിയ വേദനയാണ്. എന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജനന വേദന വലുതാണ്, ഏറ്റവും വലിയ വേദനയാണത്. അപ്പോൾ നമ്മളെ സഹോദരിക്കൊരു സംശയം, ഉസ്താദേ, ആരും ഈ ജനന വേദനയെ പറ്റി പറഞ്ഞതായി കേട്ടിട്ടില്ലല്ലോ. 3 വയസ്സ് വരെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, മാരകമായ അനുഭവങ്ങൾ, ഇതൊക്കെ അള്ളാഹു മറപ്പിക്കുന്ന 3 വയസ്സ് മുതലുള്ളതാണ് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിപ്രധാനമായ ഒരനുഭവവും വേദനയും തന്നെയാണ് ജനന സമയത്ത്. അത് നമുക്ക് ഓർമ്മയില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ജനനം എന്നുള്ളത് പ്രധാനമാണ്. ഈ ലോകത്തേക്ക് കടന്നു വരികയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-ന് ഹബീബ് കടന്നു വന്ന സമയത്ത് പൊക്കിൾ കൂടി മുറിക്കപ്പെട്ട് സുർമക്കണ്ണെഴുതി ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടാണ് ഈ ലോകത്തേക്ക് പൂജാതരാകുന്നത്. ഇപ്രകാരം തന്നെ മഹത്തുക്കളായ പല മഹാന്മാരും മഹദികളും അവരുടെ ജനനം അത്ഭുതമാണ്, വളരെ അത്ഭുതകരമായ ജനനങ്ങളാണ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം അത്ഭുതമാണ്. തൊട്ടിൽ വെച്ച് സംസാരിച്ചു ആ കുഞ്ഞ്, അത്ഭുതങ്ങളുണ്ട്. അപ്പൊ മുത്ത് റസൂലുള്ള ജനിച്ച മാസം റബീഉൽ അവ്വൽ, അതിൽ ജനിക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്.
നിങ്ങളൊക്കെ ഓരോ ഉമ്മമാരൊപ്പം ചിന്തിക്കുക, ഓരോ സഹോദരിയും ചിന്തിക്കുക. ഞാൻ ജനിച്ച മാസം റബീഉൽ അവ്വലാണെങ്കിൽ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ്. തൗഫീഖാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ച മഹദിയാണ് നഫീസ റളിയല്ലാഹു അൻഹ. അത് ഹിജ്റ 145 ജനിക്കുന്നത്. ബുധനാഴ്ച ദിവസമാണ് ജനിക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ ഹിജ്റ 145 റബീഉൽ അവ്വൽ 11 ബുധനാഴ്ച ദിവസമാണ് ബീവി മഹദി ജനിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജനനത്തിനോട് ഏകദേശം അടുത്തു. 12 റബീഉൽ അവ്വൽ 12 അതിനോട് അടുത്തു. കാരണം റബീഉൽ അവ്വൽ 11 ജനിക്കുന്നത്. ബുധനാഴ്ച, ബുധൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ്. നമ്മൾ ഖൈറാത്തുകൾ തുടങ്ങുമ്പോൾ ബുധനാഴ്ച തുടങ്ങിയാൽ അതിൽ വലിയ ഖൈറും ബർക്കത്തും ഉണ്ടാവുന്ന. അതുകൊണ്ടാണ് പല ദർസുകളും ആരംഭിക്കുന്നത്, മദ്രസകൾ ആരംഭിക്കുന്നത് ബുധനാഴ്ച ദിവസമാക്കുന്നത്. ഏത് നല്ല കാര്യങ്ങളും ആ ബുധൻ തുടങ്ങിയാൽ അത് പൂർണ്ണമാവുന്നതാണ്, സമ്പൂർണ്ണമാവും. അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത്. ബുധനാഴ്ച ഏറ്റവും നല്ലൊരു ദിവസമാണ്. അപ്പൊ ആ ദിവസത്തിലാണ് മഹദി ഈ ലോകത്തേക്ക് പൂജാതരാകുന്നത്. ജനിക്കുന്ന സ്ഥലം എവിടെയാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ തന്നെയാണ്, മക്കത്തുൽ മുക്കറമയിൽ തന്നെയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. 5 വയസ്സാകുന്നത് വരെ ആരാണ് ശ്രദ്ധിക്കാത്തത്? ആരോന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കച്ചടവിൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. എന്തോ ഒരു പാട്ട്, താരാട്ട് പാട്ട് പാടുന്ന പോലെ നമുക്ക് തോന്നും. ഉറക്കത്തിന് വേണ്ടിയിട്ട് കേൾക്കും. ചില ആളുകൾക്ക് ഉറക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ വയല് കേൾക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കണം, പ്രസംഗം കേൾക്കണം. അങ്ങനെയാണ്. അപ്പൊ മഹദി ഉറങ്ങരുത് എന്നാണ്. മഹദി നഫീസ റളിയല്ലാഹു അൻഹ 5 വയസ്സ് വരെ മക്കയിൽ തന്നെയാണ് ജീവിച്ചത്. വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അത്. കാരണം നല്ല പ്രതാപമുള്ള ഇസ്സത്തുള്ള കുടുംബമാണ്. അള്ളാഹു നമുക്കൊക്കെ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലെ, നമ്മുടെ കുടുംബത്തിനും വീടിനും നമുക്കൊക്കെ ഇസ്സത്തുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. നമ്മുടെ മക്കളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഇസ്സത്തോടു കൂടി ജീവിച്ച് അതിലായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ ഇസ്സത്ത് നിറഞ്ഞ ജീവിതമായിരുന്നു മഹദിയുടേത്. മക്കയില് എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദരവിന്റെയും ഔദാര്യത്തിന്റെയും ജീവിതമായിരുന്നു മഹദി മക്കയിൽ ജീവിച്ചത്. ഉപ്പ നമ്മൾ പറഞ്ഞു സയ്യിദ് ഹസൻ അൽ അൻവർ മഹാനവറുകൾ കൂടെ ഉണ്ട്. ഉമ്മാന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നില്ല. എന്താണ്? പറയൂ, നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞോളി. ഉമ്മാന്റെ പേര്, നഫീസ ബീവിയുടെ മഹദിയുടെ ഉമ്മാന്റെ പേര് എന്തായിരുന്നു? സയ്യിദത്ത് സൈനബ് ബിൻതുൽ ഹസൻ. ആരാണ് നിങ്ങളെ കൂട്ടത് സൈനബ് ഉള്ളത്? സൈനബ് ആരോ പേരുണ്ട്, അതാണ് ചിരിക്കണത്. സൈനബ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പാന്റെ പേരും ഹസൻ എന്ന് തന്നെയാണ്. അപ്പൊ സയ്യിദത്ത് സൈനബ ബിൻതുൽ ഹസൻ എന്നായിരുന്നു ഉമ്മാന്റെ പേര്. അപ്പൊ ഉമ്മയും ഉപ്പയും അവരോട് കൂടെ 5 വർഷം മക്കയിൽ വീണ്ടും താമസിച്ചിട്ടുണ്ട് ജനിച്ചതിന് ശേഷം. പിന്നെയാണ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ, അവിടുത്തെ സ്നേഹിച്ച, സംരക്ഷിച്ച, സഹായിച്ച, ഏറ്റെടുത്ത നാടായ മദീനത്തുൽ മുനവ്വറ അവിടേക്ക് പോകുന്നത്. കുടുംബസമേതം 5 വയസ്സായതിനു ശേഷമാണ് പോകുന്നത്. അള്ളാഹു ആ മദീനത്തേക്ക് എത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ മഹദി അവിടെയാണ് പിന്നീട് ജീവിച്ചത്, മദീനയിൽ. അപ്പൊ മദീന എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്തുക്കൾ ജീവിച്ചു മൺമറഞ്ഞ നാടാണ്. പലരും പച്ചപ്പുകൾ തേടി അലയുമ്പോൾ എത്തിപ്പെടാറുള്ളത് മദീനയിലാണ്. പലരുടെയും ആശകളും അഭിലാഷങ്ങളും പൂവണിയുന്നത് മദീനയിലെത്തുമ്പോഴാണ്. പലരുടെയും ജീവിതം മാറ്റിമറിച്ചത് മദീനയിലെത്തിയപ്പോഴാണ്. പലരുടെയും സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും കടങ്ങളും
നഷ്ടങ്ങളും മാറിക്കിട്ടിയത്, അതിനെല്ലാം തുറവിടി കിട്ടിയത് മദീനയിൽ എത്തിയപ്പോഴാണ്. കാരണം ആ മണ്ണിൽ കാലുകുത്തുന്നതോടുകൂടെ നമ്മുടെ പ്രയാസങ്ങൾ അലിഞ്ഞു പോകും, ടെൻഷനുകൾക്ക് പരിഹാരമാകും. വേദനകൾ സമർപ്പിച്ചാൽ തന്നെ നമ്മളെ ഏറ്റെടുക്കും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇങ്ങോട്ട് എത്താനുള്ള വഴികൾ പലതാണ്. പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത്. ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി സ്വലവാത്ത്, അള്ളാഹു അവൻക്ക് 10 ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം 100 സ്വലാത്ത് നിത്യം ചൊല്ലുന്നവരുണ്ട്, 200 എണ്ണം പിടിച്ച് ചൊല്ലുന്നവരുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് 100 ചൊല്ലാതെ ഉറങ്ങൂല എന്ന് വിചാരിക്കുന്ന പലരുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ വരെ, കുട്ടികളൊക്കെ ഉണ്ട്, എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും നിഅമത്തുകളും കിട്ടി റസൂലുള്ളാഹിയെ സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, മഹത്തുക്കളൊക്കെ മദീനയിലെത്താൻ വമ്പൽ കൊണ്ടവരും അവിടെ ജീവിച്ചവരും ആണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരുപാട് വർഷം, 10 വർഷത്തോളം ദർസ് നടത്തിയ മഹാനാണ് മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നമ്മുടെ ഒരു മദ്ഹബിന്റെ ഇമാമ് കൂടിയാണ്. മഹാനവറുകൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയാണ്. ആ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം ദർസ് നടത്തിയിട്ടും മദീനത്ത് ചെരുപ്പ് ധരിച്ച്, പാദരക്ഷ ധരിച്ച്, ഫുട്വെയർ ധരിച്ച് അവിടെ കാലുകുത്തിയിട്ടില്ല. തങ്ങളോടുള്ള അദബ് കൊണ്ടാണ്. അപ്പം ആ മണ്ണിൽ മഹത്തുക്കളൊക്കെ ജീവിച്ചിട്ടുണ്ട്, കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 10 വർഷത്തോളം ബഹുമാനപ്പെട്ട ദർസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ അവിടെയാണ് ബീബി നഫീസ റളിയല്ലാഹു അൻഹ കുടുംബസമേതം ജീവിച്ചത്. നിങ്ങൾക്ക് ദാഹവും ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലേ? നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. വൈകുന്നേരമാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ചായ കുടിക്കുക. ഒക്കെ ക്ഷീണം പോകണം, ക്ഷീണം ഇല്ലാതെ നല്ല രൂപത്തിൽ. കാരണം ഇത് ഇൽമിന്റെ മജ്ലിസാണ്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പുകളിൽ ഒരു തോപ്പാണ് ഈ ഇൽമ കേട്ടിരിക്കുക, മഹത്തുക്കളെ കേട്ടിരിക്കുക. അതൊക്കെ ഇൽമിന്റെ മജ്ലിസാണ്. അത് റൗദത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹു അതിൽ നമ്മൾ മജ്ലിസ് ഉൾപ്പെടുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ക്ഷീണമൊക്കെ മാറ്റുക, വെള്ളം കുടിക്കുക, ചായ കുടിച്ചോളി, പ്രയാസമില്ല, പ്രശ്നമില്ല കേട്ടോ. അപ്പൊ വിഷയം മനസ്സിലാവാത്ത നിങ്ങൾ പറയുക, ചോദിക്കുക. അങ്ങനെ മദീനയിൽ വർഷങ്ങളോളം അവിടെ തന്നെയായിരുന്നു ജീവിതം. അങ്ങനെ മദീനയിൽ ബീവിയും ഉമ്മയും ഉപ്പയും ആയിട്ടുള്ള ജീവിതം എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. മാതാപിതാക്കളോട് ഒന്നിച്ചുള്ള ജീവിതം. വളരെ ഇബാദത്ത്, ആരാധനയുടെ വിഷയത്തിൽ കർശന നടപടി സ്വീകരിച്ച മഹദിയാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് ഉപ്പ വളർത്തിയത്, അങ്ങനെയാണ് ഉമ്മ വളർത്തിയത്. ഉപ്പയും ഉമ്മയും വളർത്തുന്നതിനനുസരിച്ചാണല്ലോ മക്കൾ വളരുക, അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക, അതിനനുസരിച്ചാണ് അവരുടെ ജീവിത രീതികൾ ഉണ്ടാവുക. ഈ ജീവിതത്തിൽ അവർ ചിട്ട പാലിക്കുക ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചു കൊടുത്ത ആ റൂട്ടിലായിരിക്കും. അപ്പൊ ഉമ്മ അല്ല അച്ചടക്കത്തോടെ തലമറച്ച് ഇറുകിയ വസ്ത്രം ധരിക്കാതെ മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ഉമ്മയാണെങ്കിൽ മകൾ ആ റൂട്ടിലേക്ക് വരും. ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഉമ്മയും ഉപ്പയും ആ ജീവിതം കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് മഹദിയും ആ റൂട്ടിലേക്ക് വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഇബാദത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കാരണം നമ്മൾ ശുക്ർ ചെയ്യണം. നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ എത്രയാണ്. അവൻ നൽകുന്ന ഭക്ഷണങ്ങളും അവൻ കുടിപ്പിക്കുന്ന വെള്ളങ്ങളും അവൻ ഫ്രീ ആയി നമുക്ക് നൽകുന്ന ഓക്സിജനുകളും, ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചുമാണ് ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇബാദത്തിൽ വളരെയധികം കാർക്കശ്യം പുലർത്തിയ മഹദി ഭൗതിക പരിത്യാഗം, ഈ ദുനിയാവ് വേണ്ട എന്ന ചിന്തയിലായിരുന്നു. ഇവിടെയുള്ള സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട റബ്ബേ,
എനിക്ക് ആഖിറത്തിലുള്ള സുഖം മതി എന്ന് ജീവിച്ചവരായിരുന്നു, എന്ന് ചിന്തിച്ചവരായിരുന്നു. സുഹൃദ് എന്നാണ് പറയാ. സുഹൃദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൗതിക പരിത്യാഗം എന്നാണ്. അത് മനസ്സിലാക്കി വെക്കണം. ഭൗതിക പരിത്യാഗം, അതാണ് സുഹൃദ്. അപ്പൊ മഹദി സുഹൃദിൽ ജീവിച്ചു. അപ്പൊ ഭൗതിക പരിത്യാഗമാണ് നേരെ അർത്ഥം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ ജീവിച്ച മഹാനവറുകളുടെ ഒരു പാട്ടുണ്ട്. എന്താണ് ആ വരികൾ? ഫസ്ഹദ് ഫദാ ഫഖദുൻ ഇലാഖത് ഖൽബിക ബിൽമാലി ലാ ഫഖദുൽ ലഹു തകു അഖലാ. വസ്ഹദ് ഫദാ ഫഖദുൻ ഇലാഖത് ഖൽബിക ബിൽമാലി ലാ ഫഖദുൽ ലഹു തകു അഖലാ. ഇത് ബഹുമാനപ്പെട്ടവര് പാടിയത് അവിടുത്തെ അദ്കിയ എന്ന കിതാബിലാണ്. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് അദ്കിയ. ഈ അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ വലിയ സയ്യിദ് മഖ്ദൂം കബീർ മഹാനവറുകൾ പറഞ്ഞത് എന്താ അറിയോ? എന്താണ് ഭൗതിക പരിത്യാഗം, ദുനിയാവിനോട് ചിന്തയില്ല, ആഗ്രഹമില്ല എന്ന് പറഞ്ഞതിന്റെ മാന എന്താ? നിനക്ക് ദുനിയാവുമായിട്ട് മാനസികമായ ബന്ധമില്ല എന്നാ. അല്ലാതെ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് സുഹൃദിന് എതിരല്ല. കാറും വലിയ ജോലിയും ഉണ്ടാവുക എന്നുള്ളത് സുഹൃദിന് എതിരല്ല. അതൊക്കെ ഉള്ളവര് തന്നെ ഭൗതിക പരിത്യാഗം ഉള്ളവരുണ്ടാവും. ഉദാഹരണം പറയാ, വലിയ ടെറസിലാണ് ജീവിക്കുന്നത്, മണിമാളികയിലാണ് ജീവിക്കുന്നത്, മുറ്റത്ത് വലിയ കാറുണ്ട്, ബിസിനസ് ഉണ്ട്, പക്ഷെ മൂപ്പരുടെ ഹൃദയത്തിന് ഈ സമ്പത്തിനോടൊന്നൊരു താല്പര്യമില്ല. എപ്പോഴും അത് ചിന്തിച്ച് നടക്കുന്ന പണിയില്ല. മനസ്സിലെപ്പോഴും അള്ളാഹ് എന്നുള്ള ചിന്തയാണ്. എന്നാൽ അയാൾ സാഹിദാണ്. അപ്പം ഭൗതിക പരിത്യാഗിയാണ്. അപ്പൊ ആണായാലും പെണ്ണാണെങ്കിലും ദുനിയാവിനോട് ചിന്തയില്ല, ദുനിയാവിനെ ഒഴിവാക്കിയവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മനസ്സുകൊണ്ട് അതിനോട് താല്പര്യമില്ല എന്നാണ്. അല്ലാതെ ഭൗതിക ചരക്കുകൾ കൂടിയെന്ന് വിചാരിച്ച് അത് ഭൗതിക പരിത്യാഗത്തിന്, അതായത് സുഹൃദിന് എതിരല്ല. വിഷയം മനസ്സിലായി ഉണ്ടാവും നിങ്ങൾക്ക്. ഒരുപാട് ഉലമാക്കളുണ്ട് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ, അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ. അവർക്ക് കാറുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇസ്സത്തിലാണ് ജീവിതം. എന്നാൽ അവർക്ക് മനസ്സിൽ ആ കാറിനോട് ബന്ധമില്ല. കാറിന്റെ പിന്നാലെ നടക്കണ സ്വഭാവമല്ല. ഏതാണ് മോഡൽ, ഇന്നത് മാറ്റണം, ഇന്നതാക്കണം, ഇന്ന കമ്പനി മാറ്റണം, ഇന്ന രൂപന്റെ എടുക്കണം എന്നുള്ള ചിന്തകളൊന്നുമില്ല. അവര് കാറ് കിട്ടിയപ്പോൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. അതാണ് ഫസ്ഹദ്. നീ ഭൗതിക പരിത്യാഗമുള്ള ആളാവണം. ഫസ്ഹദ് ഫദാ, സുഹദ് എന്ന് പറഞ്ഞാൽ ഫഖദുൻ ഇലാഖത ഖൽബിക, നിന്റെ ഹൃദയത്തിന് ബന്ധം ഇല്ലാതിരിക്കലാണ്. ബിൽ മാലി, സമ്പത്തിനോട്. ലാ ഫഖദുൽ ലഹു, സമ്പത്ത് ഇല്ലാതിരിക്കലല്ല, സമ്പത്ത് തീരെ ഇല്ല എന്ന് വിചാരിച്ച് അയാള് സാഹിദാണ്, ഭൗതിക പരിത്യാഗിയാണ്, ഭൗതിക പരിത്യാഗമുള്ള പെണ്ണാണ് എന്ന് പറയാൻ പറ്റൂല. തീരെ സമ്പത്തില്ല, പക്ഷെ എപ്പോഴും മനസ്സിൽ ചിന്ത എന്താ? എനിക്ക് വലിയ വീട് വെക്കണം, എനിക്ക് വലിയ കാറ് വാങ്ങണം, എനിക്ക് വലിയ ജോലി നേടണം എന്ന് തുടങ്ങി ഭൗതിക ചരക്കുകളോടുള്ള താല്പര്യം, പൂതിയും ആഗ്രഹവും മനസ്സിലിങ്ങനെ വെച്ചോണ്ട് നടക്കുക. നിങ്ങളെ പറ്റിയല്ലടോ ഈ പറയണത്. നിങ്ങള് ഓരോരുത്തരും വിചാരിക്കും നിന്നെ പറ്റിയാണോ. സാഹിദ എന്ന് പറയുമ്പോഴും നമുക്ക് വിചാരിക്കുന്നത് നിന്നെ പറ്റിയാണോ. മനസ്സിലായോ? സുഹൃദ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, തീരെ സമ്പത്തില്ലാത്ത ആളുകള് ചിലപ്പോൾ വലിയ വലിയ ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടാവും ഭൗതിക ദുനിയാവിനോട്. അവര് സാഹിദീങ്ങളല്ല, അവര് ദുനിയാവിനോട് അലച്ചുള്ള ആളുകളാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എപ്പോഴും സുഹൃദ് ഉണ്ടാകണം, ഭൗതിക പരിത്യാഗം. വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടും അതിനോട് ഒരു രസമില്ല, ആനന്ദമില്ല. അള്ളാഹ് എന്നുള്ള ചിന്തയാണ് മനസ്സിൽ. ഉദാഹരണം നോക്കൂ. വലിയ മണിമാളികയിൽ താമസിക്കുന്ന ഒരാള് ഇപ്പുറത്ത് ഒരു ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ആള്, വെച്ചുകെട്ടിയ ഒരു ചെറിയ ചെറ്റക്കൂര, ആ ചെറ്റക്കൂരയിലാണ് ഒരാളുടെ താമസം. മറ്റാള് വലിയ കെട്ടിടത്തിലാണ്, അമ്പരച്ചുംബിയായ കെട്ടിടത്തിലാണ്.
എന്നാൽ അമ്പലച്ചുംബിയായ ആൾ കെട്ടിടത്തിൽ ജീവിക്കുന്ന ആളുടെ മനസ്സിൽ അള്ളാഹ് എന്നുള്ള ചിന്തയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അദ്ദേഹത്തിന്റെ ഷെഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർപോർച്ചിലുള്ള കാറിനോട് അധികം ഇമ്പമില്ല, താല്പര്യമില്ല. ആവശ്യം വരുമ്പോൾ അത് സഞ്ചരിക്കുന്നു എന്ന് മാത്രം. സമ്പത്തിനോടധികം പൂതിയില്ല, അതൊക്കെ സദഖ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കൂട്ടുന്നു എന്ന് മാത്രം. എന്നാൽ അയാൾക്ക് മാനസികമായി ഭൗതിക ലോകത്തെ ഒന്നിനോടും സമ്പത്തിനോടോ ചരക്കിനോടോ ഇമ്പം ഇല്ലാത്തത് കൊണ്ട് അയാൾ സാഹിദ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടാവുക സുഹൃത്തിനെതിരല്ല. ഇപ്പുറത്തെ ചെറ്റക്കുടിയിലുള്ള ആൾ ചിന്തിക്കുന്ന എന്താ, എനിക്ക് അയാളെ പോലെ വലിയ കാറ് വാങ്ങണം, വലിയ വീട് വെക്കണം, ഇതിനു വേണ്ടി എന്നും പണിക്ക് പോകുന്നു എന്നും അത് ചിന്തിച്ച് താലോലിച്ച്, മനസ്സിലായോ, മനസ്സിലിട്ടിങ്ങ താലോലിച്ച് നടക്കുന്നു ഈ ചിന്ത. അയാള് സാഹിദ് അല്ല. പൈസ ഇല്ല, പണമില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, എന്നാലും മനസ്സ് ഭൗതിക ലോകത്തോടുള്ള ചിന്തയാണ്, അയാൾ സാഹിദ് അല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സുഹൃദ് എന്നാൽ എന്ത് എന്ന്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു അതിന് മികച്ച ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ടവര് ബൽഖ എന്നുള്ള നാട് വിട്ട് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? മനസ്സിനോട് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു. ബൽഖ എന്ന ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ, അതിന്റെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ബിൻ അദ്ഹം. ആ സ്ഥലം ഓർത്തു വെക്കണം, ബൽഖ. ആ ബൽഖയിൽ നിന്നാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എനിക്കിതൊന്നും വേണ്ട, എത്ര തോഴിമാരായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര പരവതാനികളും മെത്തകളുമായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര കുതിരകളായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര വിസ്തീർണമുള്ള വലിയ ഏക്കർ കണക്കിന് ഭൂമികളുള്ള രാജകൊട്ടാരവും സ്ഥലങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രക്ക് വലിയ പ്രവിശ്യയായിരുന്നു, വിശാലമായി കിടക്കുന്ന പ്രവിശ്യ. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയത്. എന്തുകൊണ്ട്? സുഹൃദ്. അതുകൊണ്ട് റഈസുസാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇബ്രാഹിം ബിൻ അദ്ഹം. റഈസുസാഹിദി എന്ന് പറഞ്ഞാൽ ഭൗതിക പരിത്യാഗമുള്ള ആളുകളുടെ റഈസ്, നേതാവ് എന്നാണ്. ആ പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. അപ്പം ആ വഴിയിൽ തന്നെയായിരുന്നു മഹദി നഫീസ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത്. ഇബാദത്ത്, സുഹൃദ്. പകലിൽ നോമ്പായിരുന്നു. മഹത്തുക്കൾ അങ്ങനെയാണ്, പകലിൽ നിത്യമായി നോമ്പ് നോൽക്കും, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്യും. അത് മഹാന്മാരുടെ പതിവാണ്, മഹദികളുടെ പതിവാണ്. അപ്പൊ പകലിൽ നോമ്പെന്തിനാണ്? നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കാനാണ്. വൈകാരിക ചിന്തകൾ വരുന്നത് നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുമ്പോഴാണ്. വയറ് ഫുള്ളായി വെക്കുമ്പോൾ, എപ്പോഴും ഫില്ലായി നിൽക്കുമ്പോൾ നമുക്ക് വികാരങ്ങൾ തോന്നും. അത് നമുക്ക് ചിലപ്പോൾ ക്ഷമിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനടിമപ്പെട്ട് നമ്മൾ ദുനിയാവിൽ മുഴുകിപ്പോവും. അതുകൊണ്ടാണ് മഹാന്മാരും മഹദികളും അധിക ദിവസവും നോമ്പ് നോൽക്കുന്നത്. തിങ്കൾ വ്യാഴം ആഴ്ചയിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എത്രയോ സഹോദരിമാരെ ഉണ്ട് സ്ഥിരമായി തിങ്കളും വ്യാഴം നോമ്പ് നോൽക്കുന്ന. അതിനൊരുപാട് പ്രതിഫലമുള്ള നോമ്പാണ് തിങ്കൾ വ്യാഴം നോമ്പ്. നിങ്ങൾ നോൽക്കണം, ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് മഹത്തുക്കളുടെ സ്വഭാവം, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക. മഹദി നഫീസ റളിയല്ലാഹു അൻഹ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. അതെവിടുന്ന് കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി. അപ്പോഴാണല്ലോ ആയിഷ ബി ചോദിച്ചത്, എന്തിനാണ് നബി കഷ്ടപ്പെടുന്നത്? അപ്പോ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നന്ദിയുള്ള അടിമയാകണ്ടയോ? അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ളൊരു അടിമയാകണ്ടയോ ഞാൻ ആയിഷ എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. അപ്പൊ നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇമാം മൂസി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറയുന്നുണ്ട്, നീര് കെട്ടി രാത്രിയിൽ നിസ്കരിച്ചതിന്റെ പേരിൽ അങ്ങനത്തെ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. രാത്രി നിന്ന് നിസ്കരിക്കുന്ന ഒരുപാട് മഹത്വങ്ങൾ ഇമാമിങ്ങൾ മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലുള്ള നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരുപാട് മഹത്വങ്ങളാണ്.
അലൈക്കും ബി ഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലകും. നിങ്ങൾ മുമ്പുള്ള മഹത്തുക്കളുടെ പതിവായിരുന്നു രാത്രി നിസ്കരിക്കരുത്. മാത്രല്ല മുത്തറസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, നിങ്ങളുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് രാത്രിയിൽ നിസ്കരിക്കുക എന്നുള്ളത്. വമുക്കഫിറുൽ ലിസ്സയ്യിആതി, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുക്കുകയും ചെയ്യും. ആ പൊറുപ്പിക്കുന്ന കാര്യം കൂടിയാണ് രാത്രിയിലുള്ള നിസ്കാരം. 3 വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു തആലാക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 രാത്രിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. അവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, അവനെ കൊണ്ട് അല്ലാഹു സന്തോഷിച്ചു. 2 നിസ്കാരത്തിൽ ഇഖാമത്ത് കൊടുത്ത് സൊഫ് കെട്ടുന്ന ആളുകൾ. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ സൊഫ് കെട്ടും. അതായത് ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ സ്ത്രീകളാണെങ്കിലും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സൊഫ് കെട്ടുമല്ലോ അവര്. 3-മത്തത് ശത്രുവിനോട് പോരാടാൻ വേണ്ടി, ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി സൊഫ് കെട്ടുന്ന ആളുകൾ. ഇങ്ങനെയാണ്. അപ്പൊ അത്രയ്ക്ക് വലിയ മഹത്വമുണ്ട് രാത്രി നിസ്കരിക്കുന്നതിന് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം രാത്രിയിൽ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കുടുംബത്തെ വിളിക്കുമത്രേ. ഓ ദാവൂദ് കുടുംബമേ, വേഗം എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബക്കാരോട് പറയുമായിരുന്നു അത്രേ. കാരണം ദാവൂദ് നബി തന്നെ പറയാറുണ്ട്, അല്ലാഹു തആല ഉത്തരം ചെയ്യുന്ന സമയമാണ് രാത്രി അത്തായ സമയം, ഉറക്കൊഴിച്ച് രാത്രിയുള്ള നിസ്കാരം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിന്റെ ചില അടിമകൾ രാത്രിയിൽ അവരുടെ പാർശ്വഭാഗങ്ങൾ അവരവരുടെ വിരിപ്പിൽ നിന്ന്, മെത്തയിൽ നിന്ന് സുഖനിദ്രയിൽ പൂണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കി എഴുന്നേൽക്കുന്നു. എന്നിട്ട് വുളൂ ചെയ്ത് വന്ന് അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അവനോടുള്ള പേടിയും അവനിലുള്ള ആഗ്രഹവും രണ്ടും മനസ്സിൽ വെച്ച് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹു തആല സൂറത്തു സജദയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നിസ്കാരം സ്വലാത്തും ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിലുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം അത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കല അങ്ങനെയാണ്, രാത്രിയുടെ ഉള്ളിലുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. ഈ രാത്രിയിൽ ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി എത്രയോ സുന്നത്ത് നിസ്കരിക്കന്നെ. സുന്നത്തുകൾ നിസ്കരിക്കുന്നതനുസരിച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന, നമ്മൾ നിസ്കരിച്ച ഫർദ് നിസ്കാരങ്ങളിലുള്ള ന്യൂനതകളൊക്കെ അല്ലാഹു തആല നമ്മുടെ ഈ സുന്നത്തുകളെ കൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, രാത്രിയിൽ നിസ്കാരം വളരെ മഹത്വമുള്ള നിസ്കാരമാണ്. റഹിമല്ലാഹു റജുലൻ, അല്ലാഹു തആല ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ് മൂപ്പര പണി? രാത്രിയിൽ അയാൾ നിസ്കരിക്കുക മാത്രമല്ല, അയാൾ എഴുന്നേറ്റാൽ ഭാര്യയെ കൂടി എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കും. നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി, നിങ്ങളെ ഭർത്താവ് നിങ്ങളങ്ങനെ വിളിക്കേണ്ടോ? നിങ്ങളെ പുയ്യാപ്പള നിങ്ങളങ്ങനെ രാത്രി വിളിക്കേണ്ടോ നിസ്കരിക്കാൻ വേണ്ടി? ഇനി ഓള് ചിലപ്പോൾ ഉറക്കിന്റെ അതിലട് പെട്ടുപോയിട്ട് ചില പെണ്ണുങ്ങളുണ്ട്, അലാരം അടിക്കണതനുസരിച്ച് പുതപ്പിന്റെ എണ്ണം കൂടും. പുതപ്പ് ഇങ്ങനെ തലയിലില്ലെങ്കിൽ പിന്നെയും തലയിലിടും. അങ്ങനെ ചുരുണ്ടുകൂടി അലാരം അടിക്കണതനുസരിച്ച്. അപ്പൊ അലാരം കൊണ്ടൊന്നും എണീക്കൂല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അപ്പൊ ഈ ഭർത്താവ് വിളിച്ചിട്ട് ഓള് എണീക്കില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്യും? വെള്ളം കുടയും മുഖത്ത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹിമല്ലാഹു റജുലൻ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ ഒരു ദുആ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഇതായിരുന്നതാ. ഇനി ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവളെ സ്വഭാവം എന്താ? അവളാണ് രാത്രിയിൽ ആദ്യം എഴുന്നേൽക്കുക, വളരെ നേരത്തെ ഉറങ്ങണം, എന്നിട്ട് നേരത്തെ ഉണരണം. അതാണ് മുഅ്മിനിന്റെ ചര്യ, നല്ല മനുഷ്യന്റെ.
അപ്പൊ രാത്രിയിൽ ഒരു പെണ്ണ് നേരത്തെ എണീറ്റിട്ട് അവൾ നിസ്കരിക്കുക മാത്രമല്ല ഭർത്താവിനെ കൂടി എന്ത് ചെയ്യും, ഉണർത്തും. ഇക്കാ നീക്കി, നിങ്ങൾ എന്തൊരു ഉറക്കാണിത്, 2 റക്അത്ത് തഹജ്ജുദ് നമുക്ക് നിസ്കരിക്കണ്ടേ, എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ വിഷയങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന പെണ്ണ്, നിസ്കരിപ്പിക്കുന്ന പെണ്ണ്, അവൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. ഈ ചില പുതിയാപ്പിളാരും അങ്ങനെ തന്നെ, ഉറങ്ങിയാ പിന്നെ ഒരു ബോധമല്ല, എഴുന്നേൽക്കണമെന്ന് ചിന്തല്ല. അപ്പം അവൻ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കും. അവൻ എന്നിട്ടെങ്കിലും നിസ്കരിക്കട്ടെ എന്ന നിയത്തിലാണ്. അപ്പം ആ രൂപത്തിൽ ഭർത്താക്കന്മാരെ രാത്രിയിൽ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നിങ്ങൾ തുടങ്ങാം. ചില പുതിയാപ്പാരം വിളിച്ചത് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ, പിന്നെ ബാക്കി ബദറോ ഉഹുദോ. അപ്പം അത് നമ്മളെ ശീലവും സ്വഭാവവും അനുസരിച്ചായിരിക്കും. നല്ല മയത്തിൽ വിളിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യം പിടിപ്പിക്കുന്ന രൂപത്തിൽ അടിച്ചോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കാർക്കശ്യമായി വിളിക്കരുത്. നല്ല ഹിക്മത്ത് തന്ത്രത്തോടു കൂടി അവരെ വിളിപ്പിച്ച് എഴുന്നേൽപ്പിക്കണം. ഏതെല്ലാം ഭർത്താക്കന്മാർ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഭാര്യമാർക്കുണ്ടാവും. ഏതെല്ലാം ഭർത്താക്കന്മാർ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നുണ്ട് അതിന്റെ ക്രെഡിറ്റ് ഭാര്യക്കുണ്ടായി. കാരണം ഭാര്യ നിങ്ങൾ പോണ്ടിക്കാന്ന് പറഞ്ഞാണ്ട് അവിടെ പിടിച്ചു വെച്ചാൽ എന്താ ചെയ്യുന്നേ? അപ്പം ഒരു പെണ്ണിനാണ് ഒരു ഭർത്താവിന്റെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം ക്രെഡിറ്റ് ഉള്ളത്. അവന്റെ സ്വഭാവം ശുദ്ധീകരണം, അവന്റെ ജീവിത ശൈലി ചിട്ട, ഇതിലൊക്കെ ഒരു പെണ്ണിന്റെ അടുത്താണ് കടിഞ്ഞാണുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലാന്ന്. നിങ്ങളെ പറ്റി പുകയ്ത്ത് തന്നെയാണ്, നിങ്ങളെ മദ്ഹാണ് പറയും. അതുകൊണ്ട് ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ രാത്രി നിസ്കരിക്കുക, അതിന് പുറമെ ഭർത്താക്കന്മാരെയൊക്കെ വിളിച്ച് നിസ്കരിപ്പിക്കുക. അത് ഏറ്റവും വലിയ ഖൈറാണ്. ദുനിയാവും ആഖിറവും നമുക്ക് കിട്ടും. ആ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നമ്മുടെ വീട്ടിലും അത് കാരണം, നമ്മുടെ മക്കളിലും അത് കാരണം, എല്ലാ ജോലികളിലൊക്കെ അത് കാരണം ധാരാളം സന്തോഷം, റാഹത്ത്, ഖൈർ അല്ലാഹു പകരം തരും. ഏതായാലും ബീവി നഫീസ റളിയല്ലാഹു അൻഹ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മഹദിയായിരുന്നു എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ വലിയ ഖൈറുള്ള അമലായി നൽകുമാറാവട്ടെ. മഹദി ചെറുപ്പം മുതലേ തന്നെ മസ്ജിദുൻ നബവിയിൽ പോയിട്ട് ഇൽമു കേൾക്കും. ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ അന്ന് മസ്ജിദുൻ നബവിയിൽ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ജീവിച്ചിരിക്കുന്ന കാലം. അവിടെ പോയി ഹദീസും തഫ്സീറും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കും. ഹദീസ്, കർമ്മശാസ്ത്രം, അതൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഫീസത്തുൽ ഇൽമ് എന്നുള്ള പേര്, വിജ്ഞാനത്തിന്റെ നഫീസ, അറിവിന്റെ നഫീസ എന്ന പേര് കൂടി, സ്ഥാനപ്പേര് കൂടി മഹദിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മഹദിന്റെ ഒരു സ്ഥാനപ്പേരാണ് നഫീസത്തുൽ ഇൽമ്. നഫീസത്തുൽ മിസ്രിയ എന്ന പേര് നാട്ടിലേക്ക് ചേർത്തി പറയുന്നതാ. ഇനി മഹദിയുടെ ഇൽമിന്റെ താല്പര്യം കൊണ്ട് കർമ്മശാസ്ത്രവും ഹദീസും തഫ്സീറൊക്കെ മറ്റ് പണ്ഡിതന്മാരിൽ പോയി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ബീവി. അതുകൊണ്ട് മഹത്തുക്കൾ അവർക്കിട്ട പേരാണ് നഫീസത്തുൽ ഇൽമ്, ഇൽമിന്റെ നഫീസ എന്ന്. ഈ ഒരു സ്ഥാനപ്പേര് വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മഹദിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല മഹദിയുടെ സഹോദരനുണ്ട്, യഹിയൽ മുത്തവജ്. ഈ യഹിയ എന്ന് പറയുന്ന സഹോദരന്റെ മകളുണ്ട് സൈനബ്. സൈനബ് പറഞ്ഞ ഒരു കോട്ടിങ് ഉണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ അമ്മായി ഖുർആൻ മൊത്തം മനഃപ്പാടമാക്കിയിരുന്നു. മാത്രമല്ല ഖുർആന്റെ തഫ്സീറും അങ്ങനെ തന്നെ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ എൻ്റെ അമ്മായി കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാരാ പറഞ്ഞത്? സഹോദരന്റെ മകൾ സൈനബാണ് പറഞ്ഞത്. സഹോദരനാകുന്ന യഹിയന്റെ മകൾ സൈനബ പറയുന്നത്. അപ്പം സൈനബ് എന്ന സഹോദരന്റെ മകൾ പറയാ, എൻ്റെ അമ്മായിനെ പറ്റി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ എൻ്റെ സഹോദരനെ പറ്റി ഖുർആൻ മനഃപ്പാടമാക്കും, തഫ്സീർ മനഃപ്പാടാ, ഖുർആൻ ഓതിയാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന.
അത്രക്ക് മഹത്വമുള്ള മഹദിയുടെ പൊരുത്തം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടു കൂടി ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.